ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആട്ടോ, BFSC റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ BFSC സ്റ്റുഡൻ്റ് ആണെന്ന്. അപ്പോൾ എനിക്ക് ഇപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, കമൻറ്റ് ഇട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ BFSCക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് എന്തൊരു മാർക്ക് വേണം, എത്ര റാങ്ക് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെയിൽ അയക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ആരോ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് 2 എക്സാം ഉണ്ട്, CUT ഉണ്ട്, നീറ്റ് എക്സാം ഉണ്ട്. നീറ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് നമുക്ക് കീമോ വഴിയാണ് അഡ്മിഷൻ കിട്ടുന്നത്. അത് കിട്ടുന്നത് കേരളൈറ്റ് സ്റ്റുഡൻസിനാണ്. നമുക്ക് നീറ്റിൻ്റെ റാങ്ക് വെച്ചിട്ട് കേരള മെഡിക്കൽ റാങ്ക് എന്നും പറഞ്ഞിട്ടൊരു റാങ്ക് വരും. ആ റാങ്കിനനുസരിച്ചാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അത് കീമിൽ മെഡിക്കൽ അലീഡ് കോഴ്സസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ കുറേ കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മുടെ BFSC കിടക്കുന്നത്. അത് നമുക്ക് കിട്ടുന്നത് നീറ്റിൻ്റെ മാർക്ക് അനുസരിച്ചാണ്. ഞാൻ ഇന്ന് നീറ്റിൻ്റെ മാർക്കിൻ്റെ അനുസരിച്ചുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ CUT വഴിയും അഡ്മിഷൻ എടുക്കാം. അപ്പം ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇതിങ്ങനെ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഞാൻ 2023 അഡ്മിഷൻ എടുത്തതാണ്. അപ്പോൾ എനിക്ക് അന്ന് അഡ്മിഷൻ കിട്ടിയ അതേ റാങ്കിനും അതേ മാർക്കിലും ഉള്ള കുട്ടിക്ക് ചിലപ്പോൾ ഈ വർഷം കിട്ടണമെന്നില്ല. അതുകൊണ്ട് കാരണം അതിനിടയ്ക്ക് ഇപ്പോൾ 3 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും അന്നത്തെ ഇപ്പം എൻ്റെ മാർക്കോ എൻ്റെ റാങ്കോ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെയും കുറച്ചെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷത്തെ 2025 ഏത് റാങ്ക് വരെ അല്ലെങ്കിൽ ഏത് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം അതും അത്രയ്ക്ക് അക്യുറേറ്റ് ഒന്നുമല്ല, എന്നാലും ഒരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് ഈ അഡ്മിഷൻ കിട്ടുന്നതിൻ്റെ മാറും. കാരണം ഇപ്പോൾ എനിക്കൊരു 400 മാർക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ജനറൽ ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടില്ല. അതേസമയം ഒരു റിസർവ്ഡ് കാറ്റഗറിയിലുള്ള 400 മാർക്കുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കാം. അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒരു മാർക്ക് വന്നിട്ട് ഇത് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാറ്റഗറി വെച്ചിട്ടാണ് നോക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കഴിഞ്ഞ വർഷം ഇവിടെ അഡ്മിഷൻ കിട്ടിയ ലാസ്റ്റ് റാങ്ക്, അതായത് ഏത് റാങ്ക് വരെയുള്ള അല്ലെങ്കിൽ ഏത് മാർക്ക് വരെയുള്ള കുട്ടിക്ക് ഇവിടെ ഓരോ കാറ്റഗറി വൈസ് നോക്കുമ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഡാറ്റയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 3 റൗണ്ട് അലോട്ട്മെൻ്റ് ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്പോട്ട് അഡ്മിഷൻ വരും. അത് നമുക്ക് വേക്കൻ്റായ സീറ്റിലേക്ക് വിളിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ 3 റൗണ്ട് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ 2-3 കാറ്റഗറിയുടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ടേബിൾ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ആ കാറ്റഗറിയിൽ നിന്ന് ഏത് റാങ്ക് വരെയുള്ള കുട്ടീക്കാണ് കഴിഞ്ഞ പ്രാവശ്യം അഡ്മിഷൻ കിട്ടിയതെന്ന് നോക്കുക. ആ കുട്ടിയുടെ റാങ്ക് നോക്കുക. പിന്നൊരു കാര്യം, ഞാൻ ഇതിൽ റാങ്ക് എന്ന് പറയുന്നത് നീറ്റിൻ്റെ റാങ്ക് അല്ല, നമ്മുടെ കേരള റാങ്കാണ്. കേരള സ്റ്റേറ്റ് റാങ്ക് എന്ന് പറഞ്ഞൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അതായത് കേരളത്തിലെ കുട്ടികളുടെ മാത്രം ഒരു ലിസ്റ്റ് റാങ്ക് ഉണ്ടാവും. ആ റാങ്കിനനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നീറ്റിൻ്റെ റാങ്കും വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേരള മെഡിക്കൽ റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത്. അതിനകത്ത് ആ റാങ്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ സൈഡിൽ അതിൻ്റെ ഡാറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ കാറ്റഗറി, നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ആ കാറ്റഗറിയിലെ ഏത് റാങ്ക് വരെയുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ കഴിഞ്ഞ വർഷം കിട്ടിയണേന്ന് നോക്കുക. എന്നിട്ട് ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന മാർക്ക് നോക്കുക. അപ്പം നിങ്ങൾക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടും നമുക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറിയിൽ നിന്ന് 12,982, അതായത് 12,982 റാങ്ക് വരെയുള്ള കുട്ടിക്കാണ് ജനറൽ കാറ്റഗറിയിൽ നിന്ന് ഇവിടെ അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. അത് 3rd ഫേസിൽ. പിന്നെ ആ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 432 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് കുഫോസ് പനങ്ങാട്. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 2 ക്യാമ്പസ് ഉണ്ട്, ഒന്ന് പനങ്ങാടും ഒന്ന് പയ്യന്നൂർ. രണ്ടാമത്തെ കാറ്റഗറി ആണെങ്കിൽ ഈഴവ കാറ്റഗറിയിൽ നിന്ന് 14,158, അതായത് 14,152 വരെ റാങ്ക് വരെയുള്ള കുട്ടിക്ക് അഡ്മിഷൻ കഴിഞ്ഞ തവണ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 422 ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുത്തേക്കുന്നതാണ് മുസ്ലിം കാറ്റഗറിയിൽ നിന്നായിരുന്നെങ്കിൽ 415 മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. പിന്നെ അങ്ങനെ ലാറ്റിൻ കാത്തലിക് അങ്ങനെ നിങ്ങൾ ഇപ്പോൾ കാറ്റഗറി വൈസ് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കുക. അതിൻ്റെ ഏത് റാങ്ക് വരെയുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് നോക്കുക. ആ കുട്ടിയുടെ മാർക്ക് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ വെച്ചിട്ട് ഒരു ഏകദേശ ധാരണ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് 2 ക്യാമ്പസ് ഉണ്ട്, ഒന്ന് പനങ്ങാടും ഒന്ന് പയ്യന്നൂരുമാണ്. പിന്നെ പയ്യന്നൂരത്തെ അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ അതിൽ പയ്യന്നൂർ ജനറൽ കാറ്റഗറിയിൽ നിന്ന് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 14,168. അപ്പോൾ കഴിഞ്ഞ വർഷം 14,168 റാങ്ക് വരെയുള്ള കുട്ടിക്ക്
പയ്യന്നൂർ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ആ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 422 ആയിരുന്നു. 422 മാർക്ക് വരെയുള്ള കുട്ടിക്ക് ജനറൽ കാറ്റഗറിയിൽ നിന്ന് പയ്യന്നൂർ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ ഇവിടെ പനങ്ങാടിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈഴവ, മുസ്ലിം, കാത്തലിക്, ധീവര, വിശ്വർമ്മ അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് പയ്യന്നൂർ ക്യാമ്പസിൽ. ആദ്യം കാണിച്ചതാണ് പനങ്ങാട് ക്യാമ്പസിൽ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടേണ്ടതെന്ന് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കാറ്റഗറി വൈസ് നോക്കുക. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊരു ആക്യുറേറ്റ് ഡാറ്റ അല്ല, ഇത് കഴിഞ്ഞ വർഷം കിട്ടിയത് വെച്ചിട്ട് മാത്രമാണ്. നമ്മൾ ഓരോ തവണയും എക്സാം മാറുന്നുണ്ട്, അതുപോലെ റാങ്കും മാറുന്നു, മാർക്കും മാറുന്നു, എല്ലാം മാറുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ആക്യുറേറ്റ് ഡാറ്റ അല്ല. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ ഒരു ഇതുണ്ട്, നമുക്ക് ഫിഷറീസിന് COF ആൾക്കാർക്ക്, അതായത് ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവർ, അങ്ങനെയുള്ളവർക്ക് ഇത്രയും മാർക്ക് വേണ്ടി വരില്ല. എന്ന് വെച്ചാൽ മാർക്ക് വേണം, പക്ഷെ ഇത്രയും ഈ 400 അബവ് അല്ലെങ്കിൽ 350 അബവ് മാർക്കൊന്നും വേണ്ടി വരില്ല. പ്രീവിയസ് ഇയറിലൊക്കെ അങ്ങനെയായിരുന്നു. ഏകദേശം ഒരു 300-ന് താഴെയുള്ളവർക്ക് വരെ ഞങ്ങളുടെ ബാച്ചിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, COF റിസർവേഷൻ ഉള്ളവർക്ക്. അപ്പോൾ പക്ഷെ ഇപ്പം എന്തോ കുറച്ചുകൂടെ ടൈറ്റാന്ന് തോന്നുന്നു. കാരണം കുറേ പേര് ഇതുപോലെ വരുന്നുണ്ട് COF റിസർവേഷനുള്ള. അപ്പോൾ കുറച്ച് ടൈറ്റാന്ന് തോന്നുന്നു. അത് COF റിസർവേഷൻ ഉള്ളവരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ആരും വിഷമിച്ചിരിക്കരുത്. സെക്കൻഡ് അലോട്ട്മെന്റിന് കൊടുക്കുക, തേർഡിന് കൊടുക്കുക, നോക്കുക, കിട്ടും. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഇത്രയും പേർക്ക് ഫിഷറീസിന് ചേരണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം കുറേ പേര് ഇതുപോലെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ കിട്ടുമോ, ഇവിടെ കിട്ടുമോ, ഇത്രയും മാർക്ക് ഉണ്ട്, കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇത്രയും പേർക്ക് ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി. അപ്പം ഇതൊക്കെയാണ് റാങ്കിൻ്റെ. നിങ്ങളിതൊക്കെ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ മാക്സിമം ക്ഷമ കാണിക്കുക. ആ കേരള സ്റ്റേറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ റാങ്ക് വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ആ റാങ്ക് വന്നാലാണ് നമുക്ക് എന്തെങ്കിലും കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ അഡ്മിഷൻ കിട്ടുന്ന കാര്യവും ഇതൊക്കെ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.